ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ സാറ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്ന കുട്ടികളെ മോൾഡ് ചെയ്തിട്ടുണ്ട്, ബ്രിഡ്ജ് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കോവിഡിൻ്റെ ആ സമയത്ത് തന്നെ ഒരു 5000+ സ്റ്റുഡൻസിന് സാർ ഇതേപോലെ കൃത്യമായ ഒരു ധാരണ, കോഴ്സുകളെ കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ സാറിന് കിട്ടും. എങ്ങനെയാണ് ഈ ഒരു മോൾഡിങ് നടക്കുന്നത്? ഓക്കെ, ഇത് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ഓഫ്ലൈനായിട്ട് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വന്ന് കുട്ടികൾ പഠിച്ചു പോകാറുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഓൺലൈനിലൂടെ ഇത്തരം മോൾഡിങ് ചെയ്യാറുണ്ട്. മോൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇപ്പം അക്കൗണ്ട്സ് പോലെയുള്ള ഒരു പേപ്പർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് പോലെയുള്ള പേപ്പർ പഠിപ്പിക്കുന്നത് ഒരു വളരെ ലൈറ്റർ വേർഷനായിട്ടായിരിക്കും നമ്മൾ പഠിപ്പിച്ച് പോകുന്നുണ്ടാവുക. പക്ഷെ അതേസമയം ഒരു CA ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ ACCAയിലേക്കോ CMAയിലേക്കോ പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഡീപ്പർ വേർഷനായിട്ട് പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കൺസെപ്റ്റിൽ ഇവരെ സ്ട്രോങ് ആക്കും. ഒരു ജേണൽ എൻട്രി ആണെങ്കിലും അപ്പോൾ ആ ജേണൽ എൻട്രി എന്തുകൊണ്ട് ഡെബിറ്റ്, എന്തുകൊണ്ട് ക്രെഡിറ്റ് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയാൽ മാത്രമേ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാവൂ. അല്ലാതെ ഈ ജേണൽ എൻട്രി ഇതാണ്, ഇത് എഴുതി അങ്ങ് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ വിടാറില്ല. ആ ജേണൽ എൻട്രി എന്തുകൊണ്ട് ഡെബിറ്റ്, എന്തുകൊണ്ട് ക്രെഡിറ്റ്, അതിൻ്റെ ഉത്തരം അവർക്ക് ഉണ്ടായിരിക്കും. കണ്ടീഷൻ നമ്പർ 1. ദെൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചറുടെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാനാണ് ഞാൻ ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ 2 പെർസ്പെക്റ്റീവിൽ കുട്ടികൾ, ഇപ്പം ഒന്ന് കുട്ടികളായിട്ടും ഒന്ന് ടീച്ചറായിട്ടും നമ്മൾ ക്ലാസ്സിൽ നിൽക്കും. ചില കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടുമോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ടീച്ചറെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഇത്തരം സ്റ്റുഡൻസിനെ ടീച്ചറെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിപ്പിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഞാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം കൊടുക്കുന്ന വർക്ക്. ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്ത് ആൻസർ ചെയ്യുന്നതിന് പകരം ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ആ ക്വസ്റ്റ്യൻ തന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. സോ അവൻ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ, ഓക്കെ. അപ്പം കൊമേഴ്സ് പറയുകയാണെങ്കിൽ, അപ്പം ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ, അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോർമലി ഉണ്ടാവുക ഒരു ട്രയൽ ബാലൻസ് കൊടുക്കും, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്ത് അവരോട് ട്രേഡിംഗ് ആൻഡ് പ്രോസസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കാനാണ് ഞാൻ പറയാം. പകരം അവരോട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ അവർക്കറിയാം അവരുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കണം. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പം ബാലൻസ് ഷീറ്റ് ടാലി ആവണമെങ്കിൽ അവിടെ ഇത്ര പ്രോഫിറ്റ് വേണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, അതിനുശേഷം പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിലേക്ക് കടക്കും, അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട്, ഇങ്ങനെ പോയിട്ട് അവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ അവരെ എത്തിക്കും. അപ്പോഴത്തേക്ക് അവർക്കൊരു ഒരു കൊമേഴ്സിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നൊരു മൊമെൻറ്റം ഞാൻ അവരിൽ കാണുകയും അവിടെയാണ് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. ആ ഒരു പോയിന്റിൽ അവരെന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കുട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പലപ്പോഴും അവരറിയാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രോബ്ലം CA ഫൗണ്ടേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില കേസ് സ്റ്റഡി പോലെയൊക്കെ CMAയുടെ പ്രോബ്ലങ്ങളൊക്കെ അവരെ കൊണ്ട് അവരോട് ഞാനത് പറയുമെന്നില്ല. പക്ഷെ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളിപ്പം ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം CA ഫൗണ്ടേഷൻ്റെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ CMAയുടെ പ്രോബ്ലമാണ്. അപ്പോൾ അതൊക്കെ കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് ഞാൻ കാണാറുണ്ട്. കാരണം CA ചൂസ് ചെയ്യാതെ അവരിവിടെ ഇരുന്ന് എന്ത് ചെയ്തു, CAൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്തു, നമുക്കിത് പറ്റും, എനിക്കിത് പറ്റുമെന്നുള്ള പറയുന്ന ഒരു ലെവലിലേക്ക് ഞാൻ അവരെ എത്തിക്കുകയാണ് എൻ്റെ ഈ ഒരു കോഴ്സിലൂടെ ഞാൻ നോർമലി ചെയ്യാറുള്ളത്.